പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകൾക്ക് നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ, ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് നന്ദി കർത്താവേ, പ്രാർത്ഥനാ നിയോഗങ്ങൾ അനുഗ്രഹിച്ചതിന് നന്ദി കർത്താവേ, കുടുംബത്തെ സംരക്ഷിച്ചതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും അവിടുത്തെ സംരക്ഷണയാൽ കാത്തുകൊള്ളണമേ. രോഗങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. ഈശ്വരനദി ആരാധന അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ സഹായിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ ശക്തി പടർന്നിറങ്ങുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. വി പി ജോസഫ് അച്ഛൻ്റെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. യേശുവേ, ആരാധന മണിക്കൂറിനെ അനുഗ്രഹിക്കണമേ. അച്ഛന് സന്ദേശങ്ങൾ നൽകി സഹായിക്കണമേ. അമ്മയുടെ ശക്തമായ ഇടപെടൽ നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കണമേ. പ്രത്യക്ഷയുടെ സാക്ഷ്യമായി ഉയർത്തണമേ. ഹല്ലേലൂയ കർത്താവേ, എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. അമ്മയുടെ സ്വാധീന ശക്തിയിൽ നിന്ന് വിടുതൽ നൽകണമേ. ഈശോയുടെ സംരക്ഷണം അനുഭവിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ദൈവത്തിന് എപ്പോഴും നമ്മളെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് 100% ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകണം. മനസ്സിലായില്ലേ? ഒരു ഡിവൈൻ, ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 100%, 95%, 100% ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് ആർക്ക് മനസ്സിലാകണം? ദൈവത്തിന് മനസ്സിലാകണം. മനുഷ്യന് മനസ്സിലാകണമല്ല പ്രശ്നം. മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അത് കുറച്ച് അവർ തന്നെ തിരുത്തും, അത് കഴിയില്ല. ഇനി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവിടെ തെറ്റിദ്ധാരണയും മരിച്ചു പോകും. ആധ്യാത്മിക ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ, കാലാകാലങ്ങളോടും ദൈവതിരുസന്നിധിയിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ ഒരു തലമുറയിൽ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ആ തലമുറ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ തെറ്റിദ്ധാരണയും പോകും. പിന്നെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പേടിക്കണേ? ഒരു തലമുറ, നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു. ആ തലമുറയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 20 കൊല്ലമോ 30 കൊല്ലമോ ആയിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം, ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ? നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം, നിൻ്റെ ദൈവത്തിനും അറിയാം. പക്ഷേ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യണം? നിങ്ങൾ എല്ലാ നാട്ടുകാരെ വിളിച്ച് ഒരു ബന്ധുക്കളെ സ്വന്തപ്പെട്ട പറയും, ഒന്ന് പറയേ, ഞാൻ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ടും ഞാനിങ്ങനെ കുരിശിൽ കയറുകയാണ് ജീവിതത്തിൽ. യു ഷുഡ് നോട്ട് ടോക്ക് ടു എനിബഡി. നിങ്ങൾ ഒരു മനുഷ്യന്മാരോട് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരോട് പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ്, റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ? റബ്ബർ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ? അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാപ്പിംഗ് ടൈം ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ടാപ്പിംഗ് ടൈമിൽ എന്താണ്? ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടിയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതൊരു സൈലൻ്റായിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും ചെയ്യണതല്ല. ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ്, നിശബ്ദത. അമ്മ എപ്പോഴും അങ്ങനെയാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈമിനെ കുറിച്ച് എൻ്റെ മക്കളെ, അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത്. നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം. എന്താ കാര്യം? അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു, ഈശോനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ അല്ല. പിടിയില്ലേ? നമ്മളൊരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടെ കൊടുത്തു, അമ്മ 6 കാര്യമുണ്ട്. 6 അല്ല കേട്ടോ അമ്മേ, 10-60 കാര്യമുണ്ട്, ഇപ്പോൾ 6 അല്ല എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു. പിന്നെ നീ ആ വിഷയത്തെക്കുറിച്ച് അപരാധി കൊള്ളരുത്. ദൈവത്തിനെ ടെസ്റ്റ് അടിച്ച് നോക്കരുത്. അപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഇനി ഇപ്പോൾ PR-ൻ്റെ പേപ്പർ വന്ന് കാണും, ഓഫർ ലെറ്ററിൻ്റെ പേപ്പർ വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കമ്പ്യൂട്ടറിൽ കയറി എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ അത് ചാടി വീഴരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നിനക്ക് ഉടമ്പടി എന്ന് പറയുന്നത്
ഏറ്റവും ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. എന്താണ്? കഴിഞ്ഞ ആഴ്ച രസം പറഞ്ഞായിരുന്നു, ഉടമ്പടി പ്രധാനപ്പെട്ടത് ഉടമ്പടി തന്നെയാണ്. അതാണ് വിഷയം. ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. ഉടമ്പടി പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് വിശ്വാസമല്ല, പിന്നെന്താണ്? വിശ്വസ്തത. അതാണ് അച്ഛൻ ആദ്യം റിപ്പീറ്റ് ചെയ്യണ കണ്ട, പഴയ ക്ലാസ്സാണിത്. നമുക്ക് ഉടമ്പടിയിൽ പ്രൈമറി റിലേഷനിൽ വരണത് വിശ്വാസമല്ല, വിശ്വസ്തതയാണ് വരണത്. വെച്ചാൽ എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത്? ഫിഡലിറ്റി. എന്താണത്? സർവൈവിങ് ഫെയ്ത്ത് എന്ന് പറയും. സർവൈവിങ് ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ ഫെയ്ത്തിന് ഇങ്ങനെ ഷോർട്ട് ടൈം ഫെയ്ത്ത് ഉണ്ട്. കർത്താവ് പറയും ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്താ? അല്പവിശ്വാസി. എന്താ? വിശ്വാസമുണ്ട്, പക്ഷെ 2-3 ദിവസത്തെ വിശ്വാസമേ ഉള്ളൂ. അതാണ് അല്പവിശ്വാസി. എന്താണ് കാര്യം? ഫെയ്ത്ത് ഷോർട്ട് ടൈം ആകാൻ കാരണം അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പത്രോസ് കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വന്നത് കണ്ടപ്പോൾ, ഇപ്പോൾ കടലിൻ്റെ മീതെ നടക്കുന്നത് ഒരു പൊട്ടൻസിയാണെന്ന് മനസ്സിലായി പത്രോസിന്. കടലിൽ നീന്തിയിട്ടുള്ള ആളാണ്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടലിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോഴേ പത്രോസ് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് യു, ലെറ്റ് മീ ഓൾസോ കം ടു യു. നീയാണ് എങ്കിൽ എന്നെ കൂടി നിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാം. അപ്പോഴേ പുള്ളിക്ക് ഭയങ്കര എന്നെ കൂടി നിൻ്റെ അടുത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. മത്തായി 14:28. മത്തായി 14:28. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. അപ്പോൾ ഈശോ എന്ത് പറയും? ഖാം എന്ന് പറയും. വരൂ, അവൻ പറഞ്ഞു. വരൂ. അപ്പം എന്താ പ്രശ്നം? ഖാം എന്ന് പറയുമ്പോൾ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു ചെറിയ ഇരുട്ടുണ്ടേ, അതുകൊണ്ടാണ് ആളെ മനസ്സിലാകണില്ല. പക്ഷേ കർത്താവിൻ്റെ ഉടുപ്പും മുടി കാറ്റത്ത് പറക്കണ കണ്ടിട്ട് ഏറെക്കുറെ അങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു നോളജാണ് പുള്ളിയുടെ. അതാണ് കർത്താവ് അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെയും അനുവദിക്കാൻ പറയും. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഫീൽ എന്താണ്? നോട്ട് ഫെയ്ത്ത് ഫീലിംഗ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഒരു ലവ് ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ആ പേഴ്സണൽ റിലേഷനിൽ വരുന്ന സാധനം ഒരു ലവ് ഫീലിംഗ് ആണ്. ക്രിസ്തുവുമായിട്ട് ഒരു ലവ് ഫീലിംഗ്, വ്യക്തിപരമായ ലവ് ഫീലിംഗ് സാധ്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് പത്രോസ്. യോഹന്നാനൊക്കെ പിന്നെ വരുന്ന ആൾക്കാരാണ്. സെക്കൻഡ് ടൈമിലാണ് യോഹന്നാനൊക്കെ വരുന്നത്. അത് അവസാനം അങ്ങനെയാണ്. ക്രിസ്തുവിനോട് ഒരു പേഴ്സണൽ റിലേഷൻ, നമുക്ക് ദൈവത്തോടൊരു വിശ്വാസ റിലേഷനല്ലേ ആൾക്കാർക്ക് ഉണ്ടാകണത്. അതിനേക്കാൾ ഉപരി ഒരു ലവ് റിലേഷൻ ക്രിസ്തുവുമായിട്ട് സാധ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് ചേർന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള മഹാവിശുദ്ധന്മാരൊക്കെ, അറിയപ്പെടാത്ത വിശുദ്ധന്മാരും അറിഞ്ഞ വിശുദ്ധന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ലെവലിലല്ല, പിന്നെ എന്താണ് ഒരു പേഴ്സണൽ ലെവൽ, സ്നേഹത്തിൻ്റെ ലെവലിലാണ്. ഇപ്പം ചിലരൊക്കെ പറയും ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, മാതാവ് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും. അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് സത്യസന്ധമാണ് ദൈവത്തെ മനസ്സിലായാൽ ദൈവം പിന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് ഒരു പഞ്ഞമില്ല ആ സംഭവത്തിന്. നമുക്ക് ദൈവം പറയുന്ന പോലെ നമ്മൾക്ക് മനസ്സിൽ ആത്മാവിൽ നമുക്ക് തോന്നിക്കുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും അതെല്ലാം സത്യമാകുകയും ചെയ്യും. ഈ ഉടമ്പടി വന്നത് അങ്ങനെയല്ലേ, ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിലാണ് ഇതെല്ലാം വരണം. അല്ലാതെ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ഉള്ളിൽ വെളിവാക്കി തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്പ് എനിക്കറിയത്തില്ല, ഉപ്പിന് ഇത്രയും കണ്ട് ആധികാരിക ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ ഉപ്പ് എന്ന് പറയുന്ന മീഡിയത്തിന് അവകാശശക്തി, അധികാരശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉപ്പ് ജനങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ജനങ്ങൾ അത് വളരെ മനോഹരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് തിരക്കി ബൈബിളിൽ ചെല്ലുമ്പോഴാണ് ഉപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പല ഭാഗങ്ങൾ കാണുന്നത്. അപ്പോഴാണ് ഉപ്പിന് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത്, നമുക്ക് ഉടമ്പടിയുടെ ടേംസ് കിട്ടണത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കൾക്കും തന്നെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള സൂചകങ്ങളുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അതൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തിൽ പറയണത്. അതുകൊണ്ടാണ് അത് ടെക്നിക്കൽ നോളജാണ്, ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്ഡേഷൻസ് വരണം, എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പടയാളികളെന്നും പറഞ്ഞൊരു വംശം തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ അതിമനോഹരമായ രീതിയിൽ വെന്റിലേറ്ററിലും ICUവിലും അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഇന്ത്യയിൽ തന്നെ UPS 2 സീറ്റേ ഉള്ളൂ, അതിലൊരു സീറ്റ് ഇവർക്ക് കിട്ടും, പക്ഷേ ഇവർക്ക് മെറിറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഉടമ്പടിയുടെ കത്തിജ്വലിക്കുന്ന ആധാരങ്ങളിലൊന്ന് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കേറ്റാണ്. ഇതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഉടമ്പടി ഇത്രയും ജ്വലിക്കാൻ കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അതാണ് ഇത്. നിങ്ങൾ ഉടമ്പടി എടുത്തവർ ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെ കാണപ്പെടുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. നിങ്ങളെ ഈ കുടുംബം ഇനി റൺ ചെയ്യാൻ പോണത് നോട്ട് ബൈ മെറിറ്റിലാണ്. അതായത് അടിച്ചു വെക്കണം ശരിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ ഒരു ഭജന വെളിപാട് അനന്തമായ സാധ്യതയാണ് തരണത്. ഇപ്പം നിങ്ങൾക്ക് 15 കോടി കടമുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊത്തം വിറ്റ് ചുട്ടാലും ആ കടം പരിഹരിക്കത്തില്ല, മെറിറ്റില്ല. പക്ഷേ സാധ്യമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം ധനവാൻ ഒരു ബിസിനസ്മാനാണ്, അയാളുടെ ബിസിനസ്സുകാർ ഒന്നും ദൈവരാജ്യത്തിലേക്ക് വരാൻ വലിയ പാടാണ്. ബിസിനസ്സുകാരെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 4-5 പുസ്തകം കാണില്ല, ചിലർക്ക്, എല്ലാവർക്കും ഒന്നുമല്ല. 4-5 കുടുംബത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാൻ ഒരു പുസ്തകം ഇല്ലേ, ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കാണിക്കാൻ വേറൊരു പുസ്തകം, അങ്ങനെ പല പുസ്തകങ്ങൾ ചില സമയത്ത് ചില ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു. അവർക്ക് അവിടെ ന്യായങ്ങളുണ്ട്, അതൊന്നും ശരിയാണെന്ന് സുവിശേഷത്തിൽ പറയത്തില്ല. പക്ഷേ അതല്ല, സുവിശേഷം വേറെ ചില ആശങ്കകൾ കാണിക്കും. എന്താ കാര്യം? നീ ഇങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും, അതല്ല ടാക്ടിക്സോ, അതിനകത്ത് ബിസിനസ് പ്രൂഡൻസൊക്കെ ഉണ്ട്. ബിസിനസ് പ്രൂഡൻസ്, അതിനല്ലേ CA ഒക്കെ ഇരിക്കണത്. ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശുദ്ധഗതിക്ക് പോയി തലവെച്ച് കൊടുത്ത് തലഞ്ഞൊട്ടിക്കൊണ്ട് സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവർ ചില CA അവരുടെ രീതിയിലുള്ള ചില ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. ബിസിനസ് പ്രൂഡൻസാണ്. അപ്പോൾ അല്ല സർക്കാരിനെ പറ്റിക്കലല്ല, പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കണതാണ്. അപ്പോഴും സർക്കാരിനെ പറ്റിക്കരുത്, അത് പാപമാണ്. പക്ഷെ അതല്ല, ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. പക്ഷേ ചെന്നാലും ചില ആൾക്കാർ ചില അതിക്രമങ്ങൾ ക്രമം തെറ്റിയ കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഒരിക്കൽ വിജയകുമാറിനോട് ചോദിച്ചു, വിജയകുമാറെ, ഇത് നിങ്ങളുടെ ഈ ബിസിനസ്സും നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും. ഞാൻ ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് കാനഡയിൽ എവിടെയോ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചതാണ്, വിജയകുമാർ സാർ, ഇത് എങ്ങനെയാണ് ഈ ബിസിനസ്സും ഇവാഞ്ചലൈസേഷനും സുവിശേഷ പ്രവർത്തനവുമായിട്ട് ശരിയാകണത്? എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുക. അതാണ് അവർ പാര വെച്ച് സ്നേഹപൂർവ്വം ഒരു സ്നേഹപ്പാര വെച്ചതാണ് അവർ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 19:24. മത്തായി 19:24. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോഴേ ഇത് ചോദിച്ചപ്പോൾ വിജയകുമാർ സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് നിങ്ങളെ പൗലോസപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങൾ തന്നെ പരിത്യജിക്കാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട സുവിശേഷ നടപടികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞ് ഏറ്റവും വലിയ നടപടി ദൈവത്തിൻ്റെ കൃപയാണെന്ന്.
വളരെ പ്രൂഡൻ്റ് ആൻസറാണ് കൊടുത്തത്. ഏറ്റവും വലിയ നല്ല എന്താ കാര്യം? അതിൻ്റെ താഴെ ഉള്ളത് വായിക്കാൻ പറഞ്ഞു വിജയകുമാർ. എന്താണ്? മത്തായി 19:26. അതിന് താഴെ വേണ്ട. 19:27. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഞാൻ ഓർത്ത് വിജയകുമാറിന് ഇത്രയും പ്രൂഡൻസ് എങ്ങനെ കിട്ടിയെന്ന്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. ഇപ്പം നമ്മൾ എന്ത് സംഭവം ചെയ്താലും ചില കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായിട്ട് വരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി അസാധ്യതകളാണ് കിടക്കുന്നത് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അസാധ്യമായ കാര്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴെന്താ ചെയ്യണം? ബൈബിൾ പറയും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ. മനുഷ്യർക്ക് സാധ്യമായതിനെയാണ് ബൈബിൾ മെറിറ്റെന്ന് പറയണത്. മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളാണ് മെറിറ്റെന്ന് പറയണത്. പക്ഷേ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ സാധ്യമാക്കാതെ മുന്നോട്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. അതിനെന്ത് ചെയ്യും? അടുത്ത പ്രൊവിഷൻ എന്താണ്? ദൈവത്തിനല്ല. ആ വചനം എത്രയാണ്? മത്തായി 19:26. മനുഷ്യർക്ക് അത് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പം ദൈവത്തിന് അനന്ത സാധ്യതയെ ടാപ്പിങ്ങിലാണ് ഈ ഉടമ്പടി പ്രയോഗം വെച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു യു ടേൺ എടുക്കണ പോലെയുള്ള ഒരു മാറ്റമുണ്ട്. ചില ആൾക്കാർ യു ടേൺ ഒന്നും എടുക്കത്തില്ല. ഉടമ്പടി എടുത്താൽ നേരെ തന്നെ പോകും അങ്ങോട്ട്. ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നേരെ യു കട്ടൊക്കെ എടുക്കുകയാണ് നമ്മൾ. എന്താ കാര്യം? പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രം ദൈവത്തോട് ഉള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയത്തില്ലേ? ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോഴത്തെ ന്യൂനമർദ്ദവും കാര്യവുമല്ല. ആധ്യാത്മിക ജീവിതത്തിലാണ് യഥാർത്ഥ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉദ്ദേശം ഈ മെറിറ്റിൽ നിന്ന് ഗ്രേസിലേക്കുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യും. വെച്ചാൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നേരെ പോയി പെട്ടെന്ന് യു ടേൺ എടുക്കാൻ പറയും. എന്താ കാര്യം? ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അധിക പരിശ്രമ സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം മാത്രം പറഞ്ഞല്ലേ എന്തിനാണ് ഇപ്പം കരസ്മാരിക് ധ്യാനം ഇറങ്ങിയെങ്കിലും 50 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ഒരു 55% കുടുംബങ്ങൾ അതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഉടമ്പടി വന്നപ്പോഴേ ഒരു 70% ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ കരിസ്മാറ്റിക്കാർ 50 കൊല്ലവും കൂടി ആ പുതിയ പദ്ധതിയിലേക്ക് വരാതിരുന്ന ആൾക്കാരും ഉടമ്പടിയിലോട്ട് വന്നു. അതായത് ഉടമ്പടിക്കുണ്ടായിരുന്ന ഒരു ഗുണം അതാണ്. കാര്യം കരിസ്മാറ്റിക് മേഖല 50 കൊല്ലം ഈ കേരള മണ്ണിൽ വളരെ ശക്തമായ രീതിയിൽ അടയാളങ്ങൾ സഹിതം പ്രവർത്തിച്ചിട്ടും അതിലേക്ക് വരാതിരുന്നവർക്കെയും ഉടമ്പടി പെട്ടെന്ന് കൊണ്ടുവന്നത്. കാര്യം ഒരു 6 ദിവസം ധ്യാനം കൊണ്ടല്ല കൊണ്ടത്, 4 മണിക്കൂർ ക്ലാസ് കൊണ്ടാണ് ഇവർ ടാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് ദൈവജ്ഞാനത്തിലുള്ള കാര്യമാണ്. ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചതല്ല ഇത്. നമ്മൾ ദൈവമായിട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഷോർട്ട് കട്ടുകളുണ്ട്. ഞാൻ എൻ്റെ സഹോദരനോട് പറയണത്, നിങ്ങളെപ്പോഴും ഒരു പ്രത്യേക പ്രശ്നവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പക്ഷേ അത് നിങ്ങളുടെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പ്രശ്നം അല്ല. ഇത് ഉടമ്പടി ദൈവത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റണം. ദൈവത്തിൻ്റെ പ്രശ്നം എന്താ? നിങ്ങളുടെ വളർച്ചയാണ്. ദൈവത്തിന് ഒരു പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി പ്രശ്നമില്ലേ, പക്ഷേ ദൈവത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പ്രശ്നം? എൻ്റെ സ്വർഗസ്ഥനായ പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. സുവിശേഷ വിഹിതമായൊരു പരിപൂർണതയിലേക്ക് ഈ ജഡിക മനുഷ്യനെ ഷെയ്ക്ക് ചെയ്തിട്ട് ആന്തരിക മനുഷ്യനെ പുനർജീവിപ്പിച്ചെടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ദൈവത്തിനുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിലുള്ളവർ, കൂടുതൽ സാധ്യതയുള്ളവർ, ദൈവാഭിമുഖ്യങ്ങളുള്ളവർ, ഇപ്പം ചിലർ 90 ദിവസം കഴിയുമ്പോൾ അവസാനിപ്പിക്കണത്, ഇപ്പോൾ വയറ്റിപ്പഴപ്പ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ
90 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ദൈവത്തിന് അറിയാം. ഇപ്പോൾ 90 ദിവസം കൊണ്ട് ഉടമ്പടി തീർന്നവരുടെ വയറ്റിപ്പഴപ്പ് 8 ദിവസം പാസ്സാകുക അല്ലെങ്കിൽ വസ്തു വിൽക്കുക മാത്രമുള്ള ഒരു വയറ്റിപ്പഴപ്പ് പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പ്രശ്നമുണ്ടാകും. വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആവും. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നത് കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണെന്ന്. അത് നമ്മുടെ ലക്ഷ്യമാണത്. നമ്മുടെ കാര്യം നടക്കുക. പക്ഷേ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? നിങ്ങൾ ദൈവത്തെ അറിയുകയും അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ ഇപ്പം നമ്മൾ 17 യോഹന്നാൻ 17 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പം ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയണത് നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. അപ്പം നിത്യജീവൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അഭിഷേകമായിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് ആൾക്കാർ ഉടമ്പടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മേടിക്കണത്. അവർ 5 ഉടമ്പടി 5 പുതുക്കും 6 പുതുക്കും. എന്നിട്ട് അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് പറയണത്. അവരെന്താ പറയണത്? ഉടമ്പടി. അപ്പോൾ അവർ 1 പുതുക്കി അവസാനിപ്പിക്കണില്ല. അവർ ഉടമ്പടി വയറ്റിപ്പഴപ്പുള്ള ആൾക്കാർ മാത്രമേ 1 പുതുക്കി അവസാനിപ്പിക്കത്തുള്ളൂ. എന്താ വെച്ചാൽ അവർക്ക് ദൈവമല്ല പ്രശ്നം, പിന്നെ എന്താണ്? അവരുടെ നിയോഗമാണ് പ്രശ്നം. അപ്പോൾ നിയോഗം മാത്രം പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുത്തെങ്കിലും നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ നിൽക്കണ കണ്ടില്ലേ? അതാണ് എടുക്കണ രീതി അനുസരിച്ചേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലർ വിട്ടുപോകും. അതെന്ന് പറയുന്നത് അവരുടെ ആ വസ്തു വിൽക്കുന്ന വിഷയത്തിന് മാത്രമാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിഷയബന്ധിയാണ്. അതിൻ്റെ ലക്ഷ്യം ദൈവമല്ല. ചില ആൾക്കാർ പുതുക്കി ആ ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുക്കും. അതുകൊണ്ടാണ് അവർ സിൽവർ ഗ്രേയിലൊക്കെ വരണത്. അപ്പോൾ സിൽവർ ഗ്രേയിൽ വരുമ്പോൾ ചില സിൽവർ ഗ്രേക്കാർ ദൈവിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംഭവം പുതുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചില സിൽവർ ഗ്രേക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും മകളെ പ്രസവിക്കണം, പെരക്കടാവിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടണം, ഇങ്ങനെയുള്ള ആദ്യം എന്താണ് അവിടെ എഴുതിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ അവർ സിൽവർ ഗ്രേ ഇങ്ങനെ അറിയാതെ ആയിപ്പോയതാണ്. അവരുടെ ആധ്യാത്മിക ജീവിതം സിൽവർ ഗ്രേ ആയിട്ടില്ല. അവിടെ സിൽവർ ഗ്രേ ഇങ്ങനെ പത്രം മേടിച്ചു വന്നപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു പോയതാണ്. അവിടെ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിൽ പേരക്കടാവിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞാണ് ഈ സിൽവർ ഗ്രേക്കാർ ശരീരം നടക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പുതുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദൈവിക ലക്ഷ്യം അവർ അട്ടിമറിച്ചിട്ടുണ്ട്. ദൈവിക ലക്ഷ്യം. കാര്യം ഇത്രയും നാൾ ഈ സിൽവർ ഗ്രേ പോയിട്ട് ഇപ്പോഴും പേരക്കടാവിന് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ച അതിൻ്റെ അർത്ഥം എന്താണ്? അവരിപ്പോഴും വയറ്റിപ്പഴപ്പിൽ തന്നെ നിൽക്കുകയാണ്. ദൈവമായിട്ട് അവർക്ക് ബന്ധങ്ങളില്ല. ദൈവത്തിൽ വളരുകയോ ദൈവത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തെ കൊടുക്കാൻ തോന്നും. ഇപ്പം സിൽവർ ഗ്രേ എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എവാഞ്ചലൈസേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിയുടെ തലയെന്ന് പറഞ്ഞത് എന്താ? ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അല്ല. ഉടമ്പടിയുടെ നാക്ക് മാത്രമാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷനാണ്. ഇവാഞ്ചലൈസേഷനിലൂടെ മാത്രമേ കൃപ വരത്തുള്ളൂ. അതാണ് വിഷയം. മറ്റെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇപ്പം അറിയണമെങ്കിലേ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ തലയുണ്ട്, ഉടമ്പടിയുടെ ഹൃദയമുണ്ട്, ഉടമ്പടിയുടെ കൈയുണ്ട്, ഉടമ്പടിയുടെ കാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അതിൽ തലയെന്ന് പറഞ്ഞത് എന്താണ്? കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് തലയെന്ന് പറയണത്. അനുഗ്രഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ സിൽവർ ഗ്രേയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് അവസാനം ഇവർ ദൈവമായിട്ട് ഫുൾ ഇൻ്റലക്ച്വലി അവർ കൺവിൻസ്ഡാണ് ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് അല്ല. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റഡ് മനുഷ്യനെ ഇഫ് ദേ ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് ദേ ആർ നോട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതാണ് മനുഷ്യൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആന്തരികം ബൗദ്ധിക ബോധ്യം കിട്ടിയാൽ വൈകാരികമായിട്ട് നമ്മൾ അലോസരല്ല. ഉടമ്പടിയിലെ തല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ചില കർത്താവ് തന്നെ അവർ പറഞ്ഞ് 72 പേരെ പറഞ്ഞു വിട്ടില്ലേ ഈശോ? 72 പേരെ പറഞ്ഞു വിട്ട് 2 പേരായിട്ട് താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കെല്ലാം
ഈ 2 പേരായിട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി 72 പേരെ പറഞ്ഞു വിട്ട്. അവർ തിരിച്ചു വന്നപ്പോഴും അവരിങ്ങനെ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അതാണ്. അപ്പം പിശാചുക്കൾ പോലും വിട്ടൊഴിഞ്ഞു പോയെന്ന അതെന്താണ്? അത് ബ്ലെസ്സിങ്സാ. കർത്താവ് പറഞ്ഞു ബ്ലെസ്സിങ്സ് ആണല്ലോ അത് വലിയ കഥ എന്നുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ കർത്താവ് ആത്മാവിൽ ആനന്ദ നിർവൃതി കൊണ്ടിട്ട് പറയും, ആ പിതാവേ, ഇക്കാര്യങ്ങൾ നീ വിജ്ഞാനികളിലും വിവേകമതികളും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൽ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. നിങ്ങളിലേക്ക് കൃപയെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കാൻ തുടങ്ങും. ആനന്ദിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുവിശേഷ കൈമാറ്റം നടന്നു. അതാണ് വിഷയം. 72 പേരെ പറഞ്ഞു വിട്ടത് എന്തിനാണ്? വിശ്വാസം കൈമാറാൻ വേണ്ടിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 10:20 ലൂക്കാ സുവിശേഷം. ലൂക്കാ 10:20. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പരിമാറി അല്ലെങ്കിൽ ക്യാൻസർ മാറി അല്ലെങ്കിൽ നിങ്ങളെ രോഗം മാറി എന്നതിൽ വലിയ സന്തോഷമൊന്നും കാണിക്കണ്ട. കാര്യം എന്താണ്? ദൈവം സന്തോഷിക്കുന്നത് എന്തിലാണ്? സുവിശേഷം കൈമാറി എന്നതിലാണ്. അവിടെയാണ് വിഷയം. ഇപ്പം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം സഭയുടെ അകത്തും പുറത്തും പൊതുജനങ്ങളിൽ എന്തുമാത്രം കലാപക്കൊടിയും ഉണ്ടായി. ആ കാലങ്ങളിലൊക്കെ ഞാൻ ആകപ്പാടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പത്രത്തിലാണ് ഈ സംഭവം ഇരിക്കണം മുഴുവനും എന്ന്. പക്ഷേ പത്രം പുറത്തിറങ്ങുമ്പോൾ പിശാച് പല്ലും നഖവും കൊണ്ടാണ് വന്നത്. എത്രയെത്ര വീഡിയോ ഇതിനെതിരെ ഇറങ്ങി. ഒരു മനുഷ്യൻ പോലും ഒന്നും ചെയ്തില്ല. എന്നിട്ടും ദോശ ചുട്ട് തിന്ന് ചമ്മന്തി അരച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യണം, എന്തെല്ലാം പരിപാടിയാണ്. ഗവൺമെൻറ് നിയമം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ രാജസ്ഥാൻ ഗവൺമെൻറ് നടപടിയെടുത്തു. കൃപാസനത്തിൽ നടപടിയെടുക്കും. അങ്ങനെ പല്ലും നഖവും കൊണ്ട് പിശാച് 4 പാടുന്ന എളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ സഭയിലുള്ള ചില പുരോഹിതന്മാരും നമ്മൾക്കെതിരെ വന്നു. പല പള്ളികളിലൊക്കെ ഇത് ഒരു പുരോഹിതൻ കുറേ പത്രം കൊണ്ടുവന്നതിൻ്റെ പുറത്ത് അവരുടെ പള്ളി കൊടുത്ത പത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടും പോയി. കൃപാസന വാതിക്കലിട്ടും പോയി. ഒന്നും വേണ്ടിയില്ല. ആരോടും പരിഭവമില്ല. ആരോടും ഒരു നിരസം പോലും ഇല്ല. ആ അച്ഛനെ കാണുമ്പോഴും അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഈശോമിശിഹായെ സ്തുതി പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ പെരുമാറും. എന്താ കാര്യം? നമ്മൾ ചെയ്യുന്ന ജോലി വിശ്വാസ കൈമാറ്റമാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ജോലി എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. അപ്പം ക്രിസ്തുവിനെ കൈമാറുമ്പോൾ സ്വീകാര്യമല്ലാത്തവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. ആൻറ്റി റെസ്പോൺസ് ആയിരിക്കും മിക്കതും. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാം പിന്നെ ആദ്യം സ്വീകരിക്കാതിരുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ തൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു. തൻ്റെ ജനങ്ങളാകട്ടെ അവനെ അറിഞ്ഞില്ല.